ഞാൻ വന്നിരിക്കുന്നത് സൂക്ഷ്മദർശിനി നമ്മുടെ നസ്രിയും ബേസിലും അഭിനയിച്ച പടത്തിൻ്റെ ഒരു സ്പോയിലർ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. മൂവി കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. കാര്യം ഞാൻ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റിവീൽ ചെയ്യും. അതുകൊണ്ട് മൂവി കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സ്പോയിലർ അലേർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, നമ്മൾ കൂടുതലും പോസിറ്റീവ് റിവ്യൂസാണ് കണ്ടതാണ്. ഞാനിതിൽ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത നെഗറ്റീവ് പാർട്ട് ഈ മൂവിയുടെ ആദ്യം പറയാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ നെഗറ്റീവ് പാർട്ടായിട്ട്, നെഗറ്റീവ് അല്ല, എനിക്ക് ഫീൽ ചെയ്ത ഒരു ഗ്ലിച്ച് എന്ന് പറയുകയാണെങ്കിൽ പറയാം. അത് എന്ന് പറയുന്നത് ഇതിൻ്റെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിലേക്ക് അങ്ങനത്തെ ഒരു ക്ലൈമാക്സിലേക്ക് വലിച്ചു നീട്ടി എത്തിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ക്ലൈമാക്സ് കുറച്ച് ഫ്ലാറ്റായ പോലെ എന്തോ ഒരു കുറവ് നമുക്ക് ആ ക്ലൈമാക്സിൽ എനിക്ക് ടുവേർഡ്സ് ദി ക്ലൈമാക്സ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് കുറച്ചുകൂടിയും എന്താ പറയുക, എവിടേക്കോ എനിക്കൊരു ഫീൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൽ അയൽവക്കക്കാരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഹീറോയ്ക്ക് കാര്യമായിട്ട് അതിൽ കാണിക്കുന്ന പോലെ തോന്നി ഈ മൂവിയുടെ സ്റ്റോറി. അത് ശരിക്കും വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മൂവി എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതിത്തള്ളാം. പക്ഷേ ആസ് സച്ച് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഹീറോയ്ക്ക് കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇടപെട്ട് ഹീറോയിസം കാണിക്കണം എന്ന രീതിയിലാണ് അതിൽ കാണിച്ച പോലെ ഒരു ഫീൽ വന്നു. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാം. അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി. നമുക്ക് അത് ബാധിക്കാത്ത കാര്യമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ കയറി ഇടപെടുന്നത് അത്രയ്ക്ക് നല്ലതല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഹീറോയ്ക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസിനോ അതിൻ്റെതായ അധികാരികളെ അറിയിക്കുക. അടുത്ത നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ പ്ലോട്ട്സ് ലൈക്ക് ഹസ്ബൻഡിൻ്റെ പ്ലോട്ട്, ആളുടെ ജോലി ഭാഗം, അവിടുത്തെ കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തതൊക്കെ അത് എന്തിനാന്ന് പോലും നമുക്കറിയില്ല. നമുക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇട്ട പോലെ തോന്നി. പിന്നെ അതിൻ്റെ സ്ഥലക്കച്ചവടം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, സ്ഥലക്കച്ചവടം പെങ്ങള് ഡയാന വരുമ്പോൾ സ്ഥലക്കച്ചവടക്കാരൻ വരുന്നതും ആ കാര്യങ്ങൾ, ആ പ്ലോട്ടൊക്കെ കാണിക്കുന്നത് അതൊക്കെ മിസ്ലീഡിങ് പോലെ കാണിച്ചു. മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യുന്ന പോലെ തോന്നി. ആ സീൻസൊക്കെ കുഴപ്പമില്ല, എന്നാലും അത് അത്രത്തോളം പിന്നീട് അത് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ആ സ്ഥലക്കച്ചവടം ഭാഗം. പിന്നെ കാസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി നമ്മുടെ ബേസിലും നസ്രിയനും നമ്മൾ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് പോലെ നമ്മൾ കണ്ടിട്ടുള്ളവരുണ്ട്. നമ്മൾ ആ രീതിയിൽ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തെങ്കിലും അതിൽ എനിക്ക് ഏറ്റവും നന്നായി ഫീൽ ചെയ്തത് ബേസിലിൻ്റെ ആക്ടിങ് ആയിരുന്നു. ആ രണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. പക്ഷെ നസ്രിയയുടെ ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ എവിടെയോ ഒരു കുറവ് പോലെ തോന്നി. സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. എനിക്കാളും രസമായിട്ട് എനിക്ക് ഹ്യൂമർ സൈഡ് ഏറ്റെടുത്ത ആൾക്കാർ, നമ്മൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഇത് ഭയങ്കര രസമാണ്. ആ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അഖിലയുടെ എന്നാലും പ്രേമലൂടെ കണ്ടിന്യൂഷൻ പോലെ തോന്നി. പിന്നെ മുസ്ലിം ലേഡിയായിട്ട് അഭിനയിച്ച അയൽവക്കക്കാരി അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സിദ്ധാർത്ഥ് ഭരതൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആളുടെ അതൊരു ടൈപ്പ് കാസ്റ്റിംഗ് പോലെ തോന്നി. ഗുരുവായൂർ അമ്പലനടയിലും അങ്ങനെ പല പല മൂവീസിലെന്തോ കണ്ടു മറന്ന പോലത്തെ ഒരു ക്യാരക്ടർ പോലെ തോന്നി. ആളും ഒരു ടൈപ്പ് കാസ്റ്റ് പോലെ ആയി തോന്നി. ഇതൊക്കെ ഞാനിപ്പോൾ നെഗറ്റീവ്സൊക്കെ പറയുകയാണെങ്കിലും തന്നെ എനിക്ക് ഈ മൂവി നന്നായിട്ട് ഇഷ്ടമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.5 ഔട്ട് ഓഫ് 10 ആണ്. ഞാനിപ്പോൾ കുറച്ച് കുറ്റം പറഞ്ഞതെങ്കിലും നമ്മൾ മലയാളികളെ കുറച്ച് കുറ്റം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കട്ടെ എന്ന രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ മൂവി ആസ് സച്ച് നല്ലൊരു മൂവി തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് സ്റ്റൈലിൽ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത്രത്തോളം എത്തിയില്ലെങ്കിലും, പക്ഷേ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് സമ്മതിക്കണമായ 1950കളിൽ അതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് എൻഗേജിങ് മൂവീസൊക്കെ ഇറക്കി. പക്ഷേ ആ ലെവലിലേക്ക് ഇപ്പോഴും ആൾക്കാർ ട്രൈ ചെയ്യാണ് ആ ലെവലിലേക്ക് എത്താൻ. എന്നിട്ടും എത്താൻ പറ്റണില്ല. ഇത്രയും വർഷങ്ങൾ 75 വർഷമായതിനു ശേഷവും ആ സ്റ്റൈലിലേക്ക് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഒരു ഗ്ലിച്ചുകൾ ഉണ്ടായിരുന്നു. എന്നാലും മൂവി ആസ് സച്ച് എനിക്ക് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് കുറേ സീൻസ് ഉണ്ടായിരുന്നു നല്ല രസമായിട്ട്. അതിൽ ശരിക്കും പറഞ്ഞ ആൾ മനഃപൂർവ്വം കുറച്ച് സീൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് റെലവൻറ്റ് ഇതൊന്നും ആയിരുന്നില്ല. നസ്രിയ ആ വീട്ടിൽ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി രാത്രി ഇറങ്ങി പോകുന്ന സീനും അതൊക്കെ നല്ല ടെൻഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇട്ട സീൻസ് ആണെങ്കിലും നല്ല രസമായിരുന്നു ആ സീനുകൾ. പിന്നെ അഖിലയും മുസ്ലിം ലേഡിയും പോയിട്ട് മുട്ടുന്നതും അവിടെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഭരതനും പുറത്തേക്ക് വന്ന് വരുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാരിയുടെ റിയാക്ഷനും അതൊക്കെ നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹ്യൂമർ എലമെൻ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ആസ്വദിച്ചു അത്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലായാലും ഒരു സ്പെഷ്യൽ വേറെ രീതിയിലുള്ള ഒരു മ്യൂസിക് സ്റ്റൈൽ എടുത്തതും അത് നന്നായിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ സൈഡും. പിന്നെ നമുക്ക് മൊത്തത്തിലൊരു ഡാർക്ക് തീമൊക്കെ കളർ ഗ്രേഡിങ്ങിൽ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ ഗുഡിലേക്ക് മൂവിയോ എന്നൊരു തോല്
തരുന്ന ക്യാരക്ടർ കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. എന്തായാലും ആസ് സച്ച് മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇഷ്ടക്കുറവൊന്നുമില്ല. ഞാൻ 2 പ്രാവശ്യം ഈ മൂവി കണ്ടു. 2 പ്രാവശ്യം എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആണ് എനിക്ക് അറിയുന്നതിനോണ്ട് അത് അത്രത്തോളം ആസ്വദിക്കാനും അത്രയ്ക്ക് കുറച്ച് ഫ്ലാറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് അത് അത്രത്തോളം ആസ്വദിക്കാൻ രണ്ടാമത് കാണുമ്പോഴും എനിക്ക് പറ്റിയില്ല. സ്റ്റിൽ അതുവരെ കുറേ ക്ലൂസ് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട് മുമ്പിൽ. അതൊക്കെ രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. പിന്നെ ഇതൊരു എപ്പിക് മൂവി എന്ന രീതിയിൽ മാറ്റാൻ പറ്റാവുന്ന ലെവലുള്ള മൂവിയല്ല, എന്നാലും നല്ലൊരു മൂവി തന്നെയാണ്. നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.